ഹിൽ ഹൈവേ റൺ എന്ന പേരിൽ LDF സർക്കാർ നടത്തിയ കൂട്ടയോട്ടത്തിന്റെ ചെലവ് 91,30,50,000 രൂപ. പണം ചെലവഴിച്ചത് കിഫ്ബിയിൽ നിന്നാണ്. 1 രൂപ പോലും മിലിന്ദ് സോമന് നൽകിയില്ല. ജീനസ് രാജു ചേരുന്നുണ്ട്. ജീൻ, അമ്പരപ്പിക്കുന്നതാണ് ഈ കണക്ക് കേൾക്കുമ്പോൾ. 91,30,50,000 രൂപ LDF സർക്കാരിന്റെ കാലത്ത് എന്നായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്? ഇതിൽ നിന്നും കൈയിട്ട് വാരിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? 2026 ഫെബ്രുവരി 22-ാം തീയതിയാണ് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്ത് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ പ്രധാനമായും കൂട്ടയോട്ടമായിരുന്നു പ്രധാനം. ബോളിവുഡ് താരവും മോഡലും ഒക്കെ ആയിട്ടുള്ള മിലിന്ദ് സോമൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഈ പരിപാടിയുടെ ഭാഗമായി അന്നേ ദിവസം മാത്രം ഏതാണ്ട് 91,30,50,000 രൂപയുടെ ചിലവുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ കണക്കുകൾ പ്രകാരം ഇതാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ ഏതാണ്ട് 20 കിലോമീറ്ററാണ് മിലിന്ദ് സോമൻ ഓടിയത്. പക്ഷേ അദ്ദേഹത്തിന് പ്രതിഫലമൊന്നും ഇതിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം കുട്ടിക്കാനത്ത് നിന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓടിച്ച വാഹനത്തിൽ ഒരു റോഡ് ഷോ ആയി തന്നെ കട്ടപ്പനയിലേക്ക് പോവുകയും കട്ടപ്പനയിൽ ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെ ജില്ലാ കളക്ടർ അടക്കം പങ്കെടുത്തിട്ടുണ്ട്. ഈ പരിപാടിക്കാണ് ഏതാണ്ട് 91,30,50,000 രൂപ ചിലവായി എന്ന് ഇപ്പോൾ കണക്കുകൾ സാധാരണ നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെ പണം ചെലവഴിക്കേണ്ടി വരും? അങ്ങനെ ചെലവഴിക്കേണ്ടി വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ പൊതുപരിപാടി നടക്കുമ്പോൾ അവിടെ പന്തലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിശിഷ്ടാതിഥികളെ കൊണ്ടുവരുമ്പോൾ അവരുടെ ചെലവ് സംബന്ധിച്ച കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകമായി ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഈ ഓട്ടത്തിൻ്റെ ദൂരം അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇതിൽ പങ്കുചേരുന്നവർക്ക് വേണ്ടി വരുന്ന തുക അല്ലെങ്കിൽ അവരുടെ ഭക്ഷണമോ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന തുക ഇതൊക്കെ വ്യക്തമായി ലഭ്യമാവുന്നുണ്ട്. ഈ 91 ലക്ഷം എന്ന് പറയുമ്പോൾ ലക്ഷത്തിനൊന്നും ഒരു വിലയില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും ഈ കണക്കുകൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രധാനമായും അവിടെ എത്തിയ ആളുകൾക്ക് ഒരു ടീഷർട്ട് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഹൈഡ്രേഷനുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ വെള്ളവും മറ്റും സാധനങ്ങളൊക്കെ കൊടുത്തിരുന്നു. അത് കുറേയൊക്കെ LDF പ്രവർത്തകർ തന്നെ മുൻകൈയെടുത്താണ് വെള്ളവും മറ്റും സാധനങ്ങളൊക്കെ ഒരുക്കിയത്. അതോടൊപ്പം തന്നെ വീഡിയോഗ്രാഫി പ്രധാനപ്പെട്ട ഒരു ചെലവായിട്ട് വേണം നമുക്ക് വിലയിരുത്താൻ. വീഡിയോഗ്രാഫിക്ക് വേണ്ടി ചിലവ് വന്നിട്ടുണ്ടാകും. മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ കെട്ടിടത്തിൻ്റെ വാടക അടക്കം നൽകേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ ഈ 91 ലക്ഷം രൂപ എന്ന് പറയുന്നത് വളരെ അധികമാണ്. ഈ കണക്കുകൾ കേൾക്കുമ്പോൾ ആരും ഞെട്ടുന്ന കണക്കുകൾ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് മലയോര ഹൈവേയുടെ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ അല്ലെങ്കിൽ കട്ടപ്പന വരെയുള്ള മലയോര ഹൈവേയുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിലാണ് ഈ പരിപാടി നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കിഫ്ബിയുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായി